നമസ്കാരം. എൻ്റെ പേര് യദു കൃഷ്ണൻ എന്നാണ്. ഞാൻ ആക്ച്വലി ഒരു കാലിക്കറ്റ് ബേസാണ്. ഞാനൊരു ചീറ്റിംഗ് പറയാം, ഒരു ചതിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആക്ച്വലി. അതായത് നമ്മളെപ്പോലെ കുറേ സിനിമ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരു കഥയൊക്കെ പറയാൻ പോയിട്ടുണ്ടാകുന്ന ഓരോ ചീറ്റിങ്ങാണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയണം തോന്നി. ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്നെ അതൊന്ന് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിപ്പോൾ. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ 2019 ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗുരുസ്വാമി എന്നതിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ തീം ആക്ച്വലി ഒരു പെൺകുട്ടി അയ്യപ്പനെ കാണാൻ ശബരിമലയ്ക്ക് ട്രാവലിങ്ങും പിന്നെ വഴിയിൽ നിന്ന് കണ്ടുമുട്ടുന്നൊരു ഒരു കറുപ്പെടുത്ത ഒരു താടിയൊക്കെ വെച്ച ഒരാളുടെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതിന്. അപ്പോൾ സെയിം ഒരു കണ്ടൻറ്റിലാണ് പിന്നീട് 2022 ആളിയപ്പുറം പറഞ്ഞ സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 2019 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് ഒരു 3-4-5 മാസം കഴിഞ്ഞിട്ട് ഉണ്ണിമൂന്തൻ ആർട്ടിസ്റ്റ് പുള്ളീനെ ആക്ടറെ കാണാൻ വേണ്ടി പുള്ളി വിളിച്ചിട്ട് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കഥയൊക്കെ പറയാൻ പോയ വിഷയം അല്ലെങ്കിൽ കഥ സ്ക്രിപ്റ്റ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊന്നും ആയിരുന്നില്ല. ഞാനൊരു വേറൊരു തീമാണ് പറയാൻ പോയത്. അതൊരു മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കഥ പറയാൻ പോയി വന്നു, സ്ക്രിപ്റ്റൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നില്ല പുള്ളിയുടെ മാനേജർ ഇഷ്യൂ ഒക്കെ. അതായത് ഇപ്പോൾ PR പുള്ളി അന്ന് പുള്ളി അന്ന് PR ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും ദുബായിലൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം പുള്ളിയായിട്ട് സംസാരിക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി. അപ്പോൾ അന്ന് ഞാൻ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് വന്നിട്ട് പുള്ളി അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റായിട്ട് 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫൈനലാക്കാമെന്ന് പറയും. അപ്പോൾ പുള്ളി മറ്റേ കൺട്രോളർ പറഞ്ഞുകൊണ്ട് നോന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റായിട്ട് നമുക്ക് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി. പിന്നീട് പറഞ്ഞില്ലേ ഞാൻ ഈ സ്ക്രിപ്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കോവിഡ് വന്നു. 2020 മാർച്ച് ലാസ്റ്റൊക്കെ ഒരു കോവിഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റോപ്പായി. സിനിമ ആയിക്കോട്ടെ എല്ലാം തിയേറ്ററും പൂട്ടി. അപ്പോൾ നമ്മളൊക്കെ ഒരു സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടുവരാൻ സിനിമ ചെയ്യണം, നാളെ നമ്മുടെ സ്ക്രിപ്റ്റ് സിനിമയാണെന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരും പോലെ തന്നെ ഞാനും അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നമ്മുടെ കുറേ പ്രശ്നങ്ങളെ കാരണം നമ്മളത് അന്നങ്ങനെ വിട്ടു. അപ്പോൾ പിന്നീട് അതൊരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ മാളികപ്പുറം കൊണ്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ സിനിമയായിട്ട് വന്നു. പിന്നെ പടം കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്തു. കാരണം ഫസ്റ്റ് ഹാഫ് ഓക്കെ, അത് ഒരു സിനിമാറ്റിക് 2.5 മണിക്കൂർ പ്രസൻറ്റ് ചെയ്യുന്ന സിനിമ. ഷോർട്ട് ഫിലിം വളരെ നോർമൽ ചെറിയ കണ്ടൻറ്റിൽ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ പ്രോസസ്സെല്ലാം ഒന്ന് തന്നെയാണ്. ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അതിൻ്റെ ത്രോട്ട് പ്രോസസ് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു. അത് വലിയൊരു സംഭവമായിട്ട് വന്നു. പക്ഷേ നിങ്ങൾക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി ഫീൽ, ഞാനത് പറയണത് ഞാനൊരു ഇങ്ങനെ ഈ സമയത്ത് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം പറയണം. ഇപ്പോൾ ഇത്രയും കാലം പറയാത്തൊരു വിഷയം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാരായിട്ട് കൂട്ടുന്നു. ഇപ്പോൾ പറയണം തോന്നി. അത് എൻ്റെ കാരണം പലതാണ്. അപ്പോൾ എൻ്റെ ഒരു എനിക്കറിയാവുന്ന എൻ്റെ വളരെ ക്ലോസ് സർക്കിളുള്ള ആൾക്കാരും ശരി നീ പറയും, അന്നൊന്നും ഞാൻ പറയാൻ കാര്യം. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഒരു അറിയുന്നൊരു വ്യക്തിയാണ്. പുള്ളി നമ്മൾ സുരേഷ് ഗോപി സാർ രാജ്യസഭയിൽ TP-51 സിനിമ റിലീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സിനിമയുടെ സംവിധായകനുണ്ട് മൊയ്തു താഴത്ത് കൊണ്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ സുഹൃത്തിനെ പോലെ ഒരാളാണ്, സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആക്ച്വലി പറയുക ഈ സംഭവം ഇവിടെ ചാനലിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പക്ഷെ അതൊന്നും ആളുകൾക്കൊന്നും വളരെ റീച്ചൊന്നും ആയില്ല. പക്ഷേ ഞാനത് കൂടുതലായിട്ട് മീഡിയേൻ്റെ മുമ്പിലൊന്നും പോയിട്ട് പറയാൻ നിന്നില്ല. പക്ഷേ എനിക്ക് ഇന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഗുരുസ്വാമി എന്നാണ്.